ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ നിയമസഭയിലെടുക്കുന്ന നിലപാടുകൾ ഉറ്റുനോക്കാൻ മുഖ്യമന്ത്രിയും സംഘവും. സഭയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ പോരാട്ടം നടത്തുന്ന അൻവർ സഭയ്ക്കകത്തും ആക്രമണം തുടർന്നാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എൽ.ഡി.എഫ് പാർലമെന്ററി യോഗം ചർച്ച ചെയ്യും. സ്പീക്കർ എ.എൻ. ഷംസീറും അൻവറിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് സൂചന. ഒക്ടോബർ 7-നാണ് ആദ്യ ചോദ്യോത്തര ദിവസം. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒക്ടോബർ 7-ന് അൻവർ ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. ഒക്ടോബർ 4 മുതൽ 18 വരെയാണ് സഭാ സമ്മേളനം. ഒക്ടോബർ 7-നാണ് ആദ്യ ചോദ്യദിനം. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ഭക്ഷ്യമന്ത്രി, തദ്ദേശ മന്ത്രി എന്നിവരാണ് 7-ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. ഇവരോട് ഒരു ചോദ്യം പോലും അൻവർ ഉന്നയിച്ചിട്ടില്ല. നിയമസഭാ ചോദ്യങ്ങൾ ചോദ്യം വരുന്ന ദിവസത്തിന് 10 ദിവസം മുമ്പ് നൽകണമെന്നാണ് ചട്ടം. ഒരു എം.എൽ.എ. 7 ചോദ്യങ്ങൾ വരെ ഒരു ദിവസം ഉന്നയിക്കാം. അൻവറിൽ നിന്നുള്ള ചോദ്യശരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവരെ അമ്പരപ്പിക്കുന്നതാണ് അൻവറിന്റെ നീക്കം. എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം ചോദ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 4 മുതൽ 18 വരെയാണ് സഭാ സമ്മേളനം. RSS നേതാവിനെ ADGP സന്ദർശിച്ചതും തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ എം.എൽ.എമാർ ഉന്നയിക്കും. ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പി.വി. അൻവറിന്റെ ആരോപണങ്ങളും പ്രതിപക്ഷ എം.എൽ.എമാർ ഉന്നയിച്ചിട്ടുണ്ട്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായാണ് ഇവ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി, കാഫിർ തുടങ്ങിയ വിഷയങ്ങളും ചോദ്യങ്ങളായി ഇടം പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കുടുംബവും ഓഫീസും ADGPയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് സഭാ സമ്മേളനം നടത്തിക്കൊണ്ടു പോവുക സ്പീക്കർ എ.എൻ. ഷംസീറിന് എളുപ്പമാകില്ല. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട പ്രധാന ചോദ്യങ്ങൾ: ADGPക്കെതിരായ ആരോപണങ്ങൾ, മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് കേസുകൾ, പോലീസിലെ ഡാൻസ് ഓഫ് വിഭാഗത്തിന്റെ പ്രവർത്തനം, പോലീസ് സേനയിലെ ക്രിമിനൽ പ്രവർത്തനം, സ്വർണ്ണക്കടത്ത് കേസുകൾ, ഫോൺ സംഭാഷണം ചോർത്തൽ, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളും, തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന ആരോപണത്തിൽ അന്വേഷണം, ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വർണ്ണക്കടത്ത് കേസുകൾ പുനരന്വേഷിക്കാൻ നടപടി, തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം, തൃശൂർ പൂരം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണം, മാമിയുടെ തിരോധാനം.